ഇപ്പൊ വീണേനെ. വീഴില്ല. വീടൊന്ന് വിചാരിച്ചാ കൂടി വീഴില്ല. ആഹാ, എങ്കിൽ കാണണമല്ലോ. ശരിക്കും പഠിക്കായിരുന്നു? എവിടെ, കണ്ണു മാത്രം ബുക്കില്. ഇക്കണക്കിന് തോക്കുന്നാ തോന്നുന്നേ. എന്നാലും നീ പരീക്ഷ കഴിഞ്ഞിട്ട് കണ്ടാ മതി എന്ന് വെച്ചാലോ? അത് വേണ്ട, അങ്ങനെ ഇപ്പൊ വെക്കണ്ട. എങ്കിൽ ശരി. എന്താ, വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ മുങ്ങാനൊരു ധൃതി? ഇല്ല, ഒരു ധൃതിയില്ല. ഇനിയിപ്പോ വേറെ ആരും കാണണമെന്നില്ല. നൂറ്റാണ്ട് കൂടുമ്പോഴൊരിക്കലാണ് ഒരു കന്യകയെ തിരഞ്ഞെടുക്കുക. നീയാണ് എൻ്റെ അവസാനത്തെ കന്യക. ഇനി ആരെയും കാണണ്ട. അപ്പൊ ഇതുവരെ കണ്ടവരെയോ? അവരെല്ലാം മറന്നോ? മറന്നു കഴിഞ്ഞു. വേണമെന്ന് വെച്ചിട്ടല്ല, അതങ്ങനെയാണ്. ബന്ധം അവസാനിച്ച് പിരിയുമ്പോൾ പരസ്പരം മറന്നുപോകും. അതാണ് ഞങ്ങളുടെ വിധി. ശാപത്തിൻ്റെ ഒരു ചില്ല. കൈവിട്ട പെൺകുട്ടിയുടെ മുഖം ഓർക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ഒരിക്കൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കന്യകയുടെ മനസ്സിലും ഒരു മഞ്ഞുതുള്ളി പോലെ ഞങ്ങൾ മാഞ്ഞു പോകും. എല്ലാം ഒരു തോന്നൽ പോലെ തോന്നിപ്പിച്ചുകൊണ്ട്. അപ്പോ നമ്മളും? ഇല്ല, നമ്മൾ പിരിയില്ല. ഞാൻ പോവില്ല. മതി വന്ന സഞ്ചാരിയുടെ മനസ്സാണ് ഇന്ന് എൻ്റെത്. മടുത്തിരിക്കുന്നു. എനിക്കിനി ഇവിടെ മതി. ഇവിടെ ഒടുങ്ങിയാൽ മതി. നിന്റെ ഒപ്പം ഒരു സാധാരണ മനുഷ്യനായി, രാത്രിയുടെയും നിയമത്തിൻ്റെയും വിലക്കുകളില്ലാതെ, സത്യം, കുറ്റവാളിയുടെ പതുങ്ങലും ഒളിച്ചുകളിയും അവസാനിപ്പിച്ച് മനുഷ്യനെപ്പോലെ ജീവിച്ച് മരിക്കാൻ കൊതി തോന്നുകയാണ്. ഈ ഭൂമിയിൽ ഒരിടത്ത്, നിന്റെ കുഴിമാടത്തിനടുത്ത് ഇത്തിരി മണ്ണ് കണ്ടെത്തി വിശ്രമിക്കാൻ മനസ്സ് മോഹിക്കുകയാണ്. അത് മാത്രമേ ഇനി വേണ്ടൂ. സത്യം.
അച്ഛൻ ഇവിടെന്താ നട റോഡില്? ഞാന് മെഹറിന്റെ വീട്ടിൽ പോയിട്ട് വരിക. ഇനിയിപ്പോ എങ്ങോട്ടാ? ഇനിയിപ്പോ വീട്ടിലേക്ക്. ഇവിടെ എത്തിയപ്പോ കണ്ടു. അങ്ങനെ ജസ്റ്റ്. അച്ഛാ, ഇത് മിസ്റ്റർ ദേവൻ, എന്റെ ഫ്രണ്ടാണ്. ഹലോ. എന്ത് ചെയ്യുന്നു? CA പഠിക്കുന്നു. ഇനിയിപ്പോ ഒരു പേപ്പറും കൂടിയേ കിട്ടാനുള്ളൂ. വീട്ടിലേക്കാണെ കയറിക്കോ, ഞാൻ അവിടെ കൊണ്ടുവിടാം. കേറ്. അല്ല, എനിക്ക് ഫാദറിലോ ഒന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. അതാ മുങ്ങിക്കളഞ്ഞത്. എപ്പോഴായാലും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതല്ലേ? അല്ലേ? CA പഠിക്കുന്നവൻ എങ്ങനെയാ നിന്റെ ഫ്രണ്ട് ആകുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് പരിചയമുണ്ട്. അതെങ്ങനെയാന്നാ ചോദിച്ചത്? കഴിഞ്ഞ കൊല്ലം ഞാൻ കെമിസ്ട്രി ട്യൂഷന് പോകുമ്പോൾ ഇയാളും അന്നവിടെ ട്യൂഷന് വരുമായിരുന്നു. ഫൈനൽ MSc സ്റ്റുഡൻസിന്റെ കൂടെ. MSc കഴിഞ്ഞിട്ടാണോ CA പഠിക്കുന്നത്? ആ, എവിടുത്തുകാരനാ? കോത്താഴത്തുകാരൻ. എന്താ ജാതകം മേടിപ്പിക്കണമായിരിക്കും. എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. പെൺപിള്ളേരായാലും ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് അടങ്ങി ഒതുങ്ങി കഴിയണം. അതിന് ഞാൻ ഒരു പയ്യനും പെണ്ണും കൂടെ കുഴഞ്ഞു ചിരിച്ച് നിൽക്കുന്നത് കണ്ടാല് അത് എന്തിന്റെ അസുഖമാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ലോകവരി എനിക്കുണ്ട് കേട്ടോ. പോ അപ്പുറത്ത്.